once again, welcome back to my YouTube channel. I'm Ranjani Haridas, and today I thought I'll speak to you about something that all of you have asked me about. നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെ അടിയിൽ നിങ്ങൾ ഓരോ കോമൻസ് ഇടുമല്ലോ, നിങ്ങൾക്ക് ഇത് കാണണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചേച്ചി വീഡിയോ ചെയ്യുമോ, അതിനെക്കുറിച്ച് ചെയ്യുമോ എന്ന്. അങ്ങനെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ചോദിച്ച കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, സോ ബേസിക്കലി കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് എൻ്റെ ഡയറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ വെയിറ്റ് ലോസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യുന്നത്. ദേ ആസ്ക്ഡ് മീ ഹോം ടൂർ ചെയ്യാൻ, അതുപോലെ തന്നെ ദേ ആസ്ക്ഡ് അബൌട്ട് വാട്ട്സ് ഇൻ യുവർ ബാഗ് ചെയ്യാൻ, ആയുർവേദനെ കുറിച്ച് പറയാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ വ്ലോഗിൽ ഐ വോണ്ട് ടു ടോക്ക് ടു യു അബൌട്ട് സംതിങ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു all of us. Okay, നമ്മളിപ്പോൾ ഹെൽത്ത് അല്ലെങ്കിൽ വർക്കൗട്ട് അല്ലെങ്കിൽ ഡയറ്റ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പം ഇതൊക്കെ വരുന്നത് ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയുടെ അടിയിലാണ് അല്ലേ. വാട്ട് ഈസ് ഹെൽത്ത്? എന്താണ് ആരോഗ്യം അല്ലേ? നമുക്കൊക്കെ അറിയാം ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കണം എന്നതാണ് ആരോഗ്യം. പക്ഷെ അതിനൊരു വൈഡർ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെന്റൽ ഹെൽത്തും അതിൻ്റെ കൂടെ തന്നെ സോഷ്യൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ്സ് ബേസിക്കലി യുവർ ടോട്ടൽ വെൽബീയിങ്, വെദർ ഇറ്റ്സ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ഓർ ഇമോഷണൽ. അപ്പോൾ എന്തായാലും ഈ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ജീവിതത്തിൽ ഉള്ള ഓട്ടങ്ങൾ കാരണം നമ്മളെ ഹെൽത്ത് ആണ് ലാസ്റ്റ് പ്രയോറിറ്റി ആയി വെക്കുന്നത്. സം റീസൺ, ഐ ഡോണ്ട് നോ വൈ. പൊതുവെ ജീവിതം ഒന്ന് സെറ്റിൽഡ് ആവാൻ നോക്കുമ്പം ഹെൽത്ത് ഇസ് ഓൾവേസ് ദ ലാസ്റ്റ് തിങ് വി തിങ്ക് അബൌട്ട് അല്ലേ. ഹെൽത്തിനെ കുറിച്ച് നമ്മൾ എപ്പോഴാണ് ആലോചിച്ച് തുടങ്ങുന്നത് അറിയാമോ? നമ്മൾ കുറച്ച് ജീവിതത്തിലൊക്കെ ഒന്ന് സെറ്റിൽഡ് ആയിട്ട് ഒന്ന് റിലാക്സ്ഡ് ആകുമ്പോൾ, ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറയുമ്പോഴാണ് നമ്മൾ ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. ആൻഡ് അപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടാവും. വൈ? ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്. ബിക്കോസ് അനുഭവം താൻ ഗുരു. എൻ്റെ ഒരു 20s-ലും ഏർലി 30s-ലും ഒക്കെ എൻ്റെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഭാഗം ദോടായിരുന്നു. കണ്ടിന്യൂസ്ലി ജോലി ചെയ്യുക, ഹീൽസ് ഇടുക, ട്രാവൽ ചെയ്യുക, റെസ്റ്റ് അധികം എടുക്കാതിരിക്കുക, ജസ്റ്റ് നോൺ സ്റ്റോപ്പ് വർക്ക് ആയിരുന്നു. ജസ്റ്റ് ബിക്കോസ് ഐ വാണ്ടഡ് ടു സെറ്റിൽ ഇൻ മൈ ലൈഫ്. ഐ ഹാഡ് സ്മോൾ ഡ്രീംസ്, ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കണം എന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ പിന്നിലുള്ള ഒരു ഓട്ടം തന്നെയായിരുന്നു മെജോറിറ്റി ഓഫ് എൻ്റെ ജീവിതം ആൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഔട്ട് ദെയർ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ കുറേ മിസ്റ്റേക്സും അത് തന്നെയാണെന്ന് തോന്നുന്നു. ടുഡേ വെൻ ഐ തിങ്ക് ബാക്ക്, ഹെൽത്തിനെ കുറിച്ച് കുറച്ചുകൂടി നേരത്തെ ആലോചിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയേനെ ഇന്ന് എൻ്റെ ഹെൽത്ത് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ ടുഡേ ഐ വാണ്ട് ടു ടോക്ക് ടു യു അബൌട്ട് എക്സാക്ട്ലി ദാറ്റ്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് മെയിൻറ്റെയിനിങ് എ ഹെൽത്തി ലൈഫ് അറ്റ് any point of time? Okay, I think it's very, very, very important in all our lives because health is wealth. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യമില്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് സന്തോഷത്തോടെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് കാശായാലും കൂട്ടുകാരായാലും യാത്രയായാലും ഒരു കുന്തവും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ദ ഫാക്ട് ഓഫ് ദ മാറ്റർ. സോ ഐ തിങ്ക് നമുക്കൊക്കെ ലൈഫിൽ കുറച്ചൊരു ടൈം എടുക്കാൻ പറ്റുകയാണെങ്കിൽ വെരി ഏർലി ഇൻ യുവർ ലൈഫ് ലുക്ക് ഇൻ ടു യുവർ ഹെൽത്ത്. അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ അടുത്തും അത് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ വീട്ടിൽ വരുന്ന കുട്ടികളുടെ അടുത്തും അത് പറഞ്ഞു കൊടുക്കുക. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ആക്റ്റീവായിട്ട് അവർക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് പഠിപ്പിച്ചു കൊടുക്കുക, വിച്ച് ഐ തിങ്ക് ഇസ് വെരി, വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലൊക്കെ അതൊക്കെ ആയിരിക്കും കുറച്ചൊക്കെ ലാക്കിംഗ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ മേ ബി ഐ വുഡ് ഹവ് ലിസൺ ടു ഇറ്റ്. പക്ഷേ ഐ ഹാഡ് ടു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ബൈ മൈസെൽഫ്. സോ ദിസ് വീഡിയോ is for all those people who want to change their lifestyles and make it slightly healthy. These are my tips for doing exactly that. ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചാണ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് എനിബഡി വിൽ തിങ്ക് ഓഫ്. അതുകൊണ്ട് തന്നെ എക്സസൈസ്, വർക്ക്ഔട്ട്, അതാണ് നമ്മുടെ ആദ്യത്തെ ഫോക്കസ് അല്ലേ. ഒരു ദിവസം നമുക്ക് ഓക്കെ, ഇനി ഞാൻ എൻ്റെ ആരോഗ്യം നന്നാക്കാൻ പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഒന്നുകിൽ ഒരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ എറോബിക് സെന്ററിൽ പോകും, അല്ലെങ്കിൽ യോഗ ചെയ്യും. ദീസ് ആർ ദ ബേസിക് തിങ്സ് ദാറ്റ് പീപ്പിൾ ഡു. സോ പേഴ്സണലി നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഓരോ എക്സസൈസ് റുട്ടീൻസ് ഉണ്ടാവും, റെജീംസ് ഉണ്ടാവും. ചിലവർക്ക് ഡാൻസ് ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് ജിമ്മിൽ ട്രെയിനിങ് ആയിരിക്കും, വെയിറ്റ് ട്രെയിനിങ് ആയിരിക്കും ഇഷ്ടം. സോ എൻ്റെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വർക്ക്ഔട്ട് റുട്ടീൻ കണ്ടുപിടിക്കുക എന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഏറ്റവും വലിയ ഭാഗം. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ അത് പെട്ടെന്ന് മടുപ്പ് വരും, നമ്മൾ നിർത്തും. 1 മാസം 2 മാസമൊക്കെ ചെയ്തിട്ട് ഇനി ഇത് മതി, കുറച്ചൊക്കെ തടി കുറഞ്ഞു, ഇനി ലെറ്റ് മീ ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. ദാറ്റ് ഹാപ്പൻസ്. ഓക്കെ, സോ മേക്ക് ഷുവർ യു ഫൈൻഡ് an exercise routine that you really love എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതശൈലിയിൽ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റൈൽ ആയിരിക്കണം, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ജിം ജോയിൻ ചെയ്യാൻ കാശില്ല എന്ന് വെച്ച് നമുക്ക് എന്താ എക്സസൈസ് ചെയ്തൂടെ? A lot of people go running, a lot of people go cycling, a lot of people do a lot of adventure
വെഞ്ചർ റിലേറ്റഡ് സ്റ്റഫ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയി ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലൂടെ വർക്ക്ഔട്ട് ചെയ്യാം. സോ ദർ ആർ സോ മെനി ഓപ്ഷൻസ് അവൈലബിൾ. സോ ജസ്റ്റ് ചൂസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ഈ ബെസ്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോഴും നമ്മളുടെ പ്രസന്റ് ഹെൽത്ത് കണ്ടീഷൻ നോക്കണം. ഇപ്പൊ എന്നെ പോലെ ഒരാൾക്ക് എനിക്ക് കാർഡിയോ എക്സസൈസസ് അധികം ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് ജനറലി എനിക്ക് ഭയങ്കര വീക്ക് ആയിട്ടുള്ള ബോൺസ് ആണ്. എനിക്ക് ലോവർ ബാക്ക് പെയിൻ, നെക്ക് ഇഷ്യൂ, ആങ്കിൾ ഇഷ്യൂ, ജോയിന്റ്സ് ഒക്കെ എൻ്റെ വളരെ വീക്കാണ്. അതുകൊണ്ട് ഈ ഓട്ടം, ചാട്ടം അങ്ങനത്തെ കാര്യമൊന്നും എൻ്റെ ബോഡിക്ക് താങ്ങാൻ പറ്റില്ല തൽക്കാലം. ആൻഡ് അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡി കുറച്ചൊരു സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് എനിക്ക് സൂട്ടബിൾ. അതുകൊണ്ട് തന്നെയാണ് കുറേ കാലമായിട്ട് ഞാൻ ചെയ്യുന്നതും സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്, വിച്ച് ഇസ് യൂസിങ് ലൈക്ക് വെയ്റ്റ്സ് ആൻഡ് body weights, അതുപോലെ തന്നെ circuit training, stuff like that. I have a trainer under who I do it. So that's how I do it. പക്ഷേ അത് കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മറ്റൊരു ബ്ലോഗിൽ പറയാം. Today this is just an umbrella into how health can be maintained. അതിൽ കുറേ ആസ്പെക്ട്സ് ഉണ്ട്. അതിൽ one aspect is physical fitness. So exercise and workout. Choose one that suits you the best. Okay? The second factor of health is definitely, യാതൊരു സംശയവുമില്ല, is food. ഭക്ഷണം നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയൊരു റോളാണ് പ്ലേ ചെയ്യുന്നത്. Now, honestly, ഭക്ഷണമാണോ കൂടുതൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്, എക്സസൈസ് ആണോ കൂട്ടേണ്ടത് എന്നൊരു ചോദ്യം എപ്പോഴും ആൾക്കാർ ചോദിക്കും. എൻ്റെ പേഴ്സണൽ ബിലീഫ് ഇസ് 30% എക്സസൈസ്, 70% ബാലൻസ്ഡ് ഡയറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഒരു ഹെൽത്തി ബോഡി ലഭിക്കൂ. ഇതും ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. ഫുഡ് എന്ന് പറയുന്നത് ഓൾസോ ഹെൽപ്സ് ഇൻ യുവർ ഓവറോൾ ഫിറ്റ്നസ്. എക്സസൈസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല, ഇറ്റ് ഹെൽപ്സ് ഇൻ യുവർ ഓവറോൾ ഫിറ്റ്നസ്. നമുക്കറിയാം, നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊരു വി ഫീൽ ഹാപ്പി, നമ്മുടെ എനർജി ലെവൽ കൂടിയിരിക്കും, നമ്മുടെ സ്ട്രെസ് ലെവൽസ് കുറയും, ജനറലി തിങ്സ് വർക്ക് ഔട്ട് ബെറ്റർ, ഹാപ്പി ഹോർമോൺസ് ആയിരിക്കും റിലീസ് ചെയ്യുക എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സെയിം തിങ് വിത്ത് ഫുഡ്. ഫുഡും അങ്ങനെ തന്നെയാണ്. ഫിസിക്കൽ ഫിറ്റ്നസിന് മാത്രമല്ല, നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് as well. So whether it's your vitamin intake, minerals, fiber, protein, complex good carbs, good fats, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കഴിക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡയറ്റിനെ കുറിച്ചും എന്ത് ഭക്ഷണം ഞാൻ കഴിക്കുന്നതിനെ കുറിച്ചും I will tell you all of that in detail when I talk about what I eat, but definitely different types of diets available ഉള്ള ഒരു ലോകമാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. ഈ കാലത്ത് ഏറ്റവും പോപ്പുലർ ഐ തിങ്ക് ഈസ് കീറ്റോ, അല്ലെ? ദ കീറ്റോ ഡയറ്റ് ഇസ് വെരി പോപ്പുലർ. അതുപോലെ തന്നെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഇസ് വെരി പോപ്പുലർ. വൺസ് അഗൈൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറ്റ്സ് ചൂസ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും കൺവീനിയൻസും അനുസരിച്ച്. എന്നെ പോലെ ഒരാൾക്ക് കീറ്റോ ഡയറ്റ് ചെയ്യാൻ ഒട്ടും പറ്റില്ല. ബിക്കോസ് കീറ്റോ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ഫാറ്റ് കൺസംഷൻ വേണം, അതുപോലെ തന്നെ പ്രോട്ടീൻ കൺസംഷൻ വേണം. എനിക്ക് അധികം പ്രോട്ടീൻസ് കഴിക്കാൻ പറ്റില്ല, പെസ്കറ്റേറിയൻ ആയതുകൊണ്ട്. ഫിഷും പ്രോൺസും, പ്രോൺസ് ഓൾസോ ഇസ് ടു എന്താ പറയുക, കൊളസ്ട്രോൾ ഹൈ. അപ്പം അതൊക്കെ നോക്കുമ്പം കീറ്റോ ഡസൻറ്റ് വർക്ക് ഫോർ മീ. സോ ഞാൻ ബേസിക്കലി പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരു ഒറ്റ ഡയറ്റേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഞാൻ അതൊക്കെ ട്രൈ ചെയ്യും. കീറ്റോ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇന്റർമിറ്റൻറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്, GM ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ 1-2 ആഴ്ച കഴിഞ്ഞ് ബോറടിക്കുമ്പോൾ, മടുക്കുമ്പോൾ ബാക്ക് ടു എ ബാലൻസ്ഡ് ഡയറ്റ്. എൻ്റെ ജിം ട്രെയിനർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, രഞ്ജനി, നമ്മൾ എന്തൊക്കെ ഡയറ്റ് നോക്കിയാലും ഒരു ബേസിക് ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റിയാൽ യുവർ ഹെൽത്ത് will be fine. So what is a balanced diet? And you can Google it, okay? You know what it is. പക്ഷെ അതും നമ്മുടെ രീതിയിൽ നമ്മൾ കേറ്റർ ചെയ്തെടുക്കണം. So as simple as that. So make sure you eat well, but you eat controlled portions. Correct സമയത്ത് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. The regular spiel that everybody tells you. I have to also tell you this about eating food. ഫുഡിൻ്റെ കൂടെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ മടിയുള്ളൊരു കാര്യമാണ്, ഈസ് ടു ഡ്രിങ്ക് വാട്ടർ. സംഹൗ എനിക്ക് വെള്ളം, ലൈക്ക് വാട്ടർ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ വാട്ട് ദ റീസൺ ഇസ്. പക്ഷെ കുറേ ആൾക്കാർ എനിക്കറിയാം, അവർ ഡെയിലി ദേ വിൽ ഡ്രിങ്ക് 3-4-5 liters ഓഫ് വാട്ടർ. എനിക്കൊരു ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കാൻ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. സോ ആ ഒരു ഹാബിറ്റ് ഞാൻ കുറേ വർഷമായിട്ട് അത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഗൈസ്, ട്രസ്റ്റ് മീ, ഇഫ് യു ക്യാൻ ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ ആൻഡ് ഹൈഡ്രേറ്റ് യുവർ സെൽഫ് ആൻഡ് കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ് ഓൾ ദ ടൈം, അതും നമ്മുടെ ഓവറോൾ ഹെൽത്ത്, സ്കിൻ, എല്ലാത്തിനും ഒരു അമേസിംഗ് ആയ റിസൾട്ടാണ് നൽകുക എന്ന് പറയും. പക്ഷേ വാട്ട് ടു ഡു, ഞാൻ കുറച്ചധികം വെള്ളം കുടിച്ചാൽ ഞാൻ ഫുൾ ടൈം ബാത്റൂമിലായിരിക്കും. സോ ഇറ്റ് ബിക്കംസ് എ ബിഗ് പ്രോബ്ലം ഫോർ മീ. അതുകൊണ്ടായിരിക്കണം ഞാൻ വെള്ളം കുടിക്കാത്ത അധികം. ബട്ട് എനിവേ, ചൂസ് whatever suits you best. I'm a bad example for drinking water. So those are the first 2 things, your exercise routine, the food that you eat. Now let me come to the third and quite an important part of it all. Health എന്ന് പറയുമ്പം physical fitness മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു. Mental health is also very very important.
നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറയില്ലേ, അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സമൂഹത്തിൽ എസ്പെഷ്യലി ഐ തിങ്ക് നമ്മൾ കഴിഞ്ഞ ഒരു ന്യൂസൊക്കെ കണ്ടു, ഒരു വളരെ പോപ്പുലറായ ആക്ടർ 34 വയസ്സിൽ സുശാന്ത് സിംഗ് രാജ്പൂത് കമ്മിറ്റഡ് സൂയിസൈഡ്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഡിപ്രഷനാണ് കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് നമ്മളെല്ലാവരെയും കൂടുതൽ ചിന്തിപ്പിച്ചു ആ ഒരു ഇൻസിഡൻറ്റ്. ഡെഫിനറ്റ്ലി മെൻ്റൽ ഹെൽത്ത് അതെങ്ങനെ ആരോഗ്യപരമായി ഹെൽത്തി ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിരവധി കാര്യങ്ങൾ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരു നല്ലൊരു എൻവയൺമെൻറ്റിൽ നമ്മൾ ജീവിക്കണം. അത് നമ്മളുടെ അമ്മ, അച്ഛൻ, നമ്മളുടെ സിബ്ലിങ്സ്, അപ്പൂപ്പൻ, അമ്മമ്മ, ഇവർ നമ്മുടെ ചുറ്റുപാട് ഹെൽത്തി ആയെങ്കിൽ മാത്രമേ നമ്മളും വളരുമ്പോൾ ഹെൽത്തി ആയിട്ട് വളരൂ. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന ഭാഷ, ഇതൊക്കെ നമ്മുടെ ഒരു ഫോർമറ്റീവ് ഇയേഴ്സിൽ വളർന്നു വരുന്ന കാലത്ത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു മെൻ്റൽ ഹെൽത്ത് വളർന്നു വരുമ്പോൾ ഒരു കുട്ടി എത്ര മെൻ്റലി ഹെൽത്തി ആണ് എന്നതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ അവരുടെ ചെറുപ്പകാലം നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഐ തിങ്ക് ദേ ലുക്ക് ബാക്ക് അറ്റ് ദ ഹിസ്റ്ററി ഓഫ് യുവർ ലൈഫ് വെൻ യു ഗോ ഇൻ ഫോർ ലൈക്ക് a therapy or something. Now let me tell you something. സോഷ്യൽ മീഡിയയിൽ ഡെഫിനറ്റ്ലി മെൻ്റൽ ഹെൽത്തിൻ്റെ അഗേൻസ്റ്റ് അതെങ്ങനെ തരണം ചെയ്യണം എന്ന നിരവധി സജഷൻസും ആർട്ടിക്കിൾസും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഇപ്പം എല്ലാവരും ദേ ആർ ഓഫറിങ് ദെയർ ഹെൽപ്പ്. നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയൂ, എൻ്റെ അടുത്ത് പറയൂ, എൻ്റെ അടുത്ത് പറയുന്നു. ഓണസ്റ്റ്ലി ഒരു മെൻ്റലി അത്ര ഹെൽത്തി അല്ലാത്ത, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയ, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയ, അല്ലെങ്കിൽ ഇമോഷണലി അൺസ്റ്റേബിൾ ആയ ആൾക്കാർക്ക് ഒരുപക്ഷെ അവർക്ക് തന്നെ അറിയില്ലായിരിക്കും അവർ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റിലൂടെ പോവുകയാണെന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അത് അവരെക്കാളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പക്ഷെ അവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ വല്ല ആൾക്കാർ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ദ ബെസ്റ്റ് തിങ് ടു ഡു ഇസ് ടെൽ ദം ടു ഗെറ്റ് പ്രൊഫഷണൽ ഹെൽപ്പ്. ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഉള്ള ആൾക്കാർ, വെദർ ഇറ്റ്സ് ഡിപ്രഷൻ ഓർ മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി ഓർ വാട്ട് എവർ ഇറ്റ് മൈറ്റ് ബി, ജലദോഷം പോലെ അല്ലെങ്കിൽ വയറുവേദന പോലെ അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് എൻ ഇൽനെസ്, ഒരു അസുഖമാണ്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സും കോഴ്സസും ഒക്കെ മെഡിക്കൽ ഫ്രട്ടേണിറ്റിക്ക് അറിയാം. സോ അതിന് വേണ്ടിയുള്ള പ്രൊഫഷണൽസും ഉണ്ട്. സോ അവരുടെ അടുത്ത് തെറപ്പിസ്റ്റിനെ കാണാൻ എൻകറേജ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഫ്കോഴ്സ് നല്ല അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സംസാരിക്കാം. പക്ഷേ എത്രത്തോളം നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. സോ ബേസിക്കലി നമുക്ക് ഇങ്ങനെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ ഓരോ ഹോർമോൺ ലെവൽസ് ഒക്കെ ആണല്ലോ. നമ്മുടെ എല്ലാം സ്വഭാവവും എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡൻറ്റ് നമ്മുടെ ഹോർമോൺ ലെവൽസിനാണ്. ചിലത് കൂടിക്കിടക്കുമ്പം നമ്മളെ കുറച്ച് കാര്യങ്ങൾ മാറും, കുറഞ്ഞു കിടക്കുമ്പം വേറെ രീതിയിൽ മാറും. ദാറ്റ് ഇസ് ഹൗ ഹ്യൂമൻ ബീങ്സ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അങ്ങനത്തെ കുറച്ച് ലെവൽസ് മാറിക്കിടക്കുകയായിരിക്കും. സോ അത് മാറ്റണമെങ്കിൽ there are medicines also to help them out. സോ അങ്ങനത്തെ കാര്യങ്ങൾ you have to seek professional help. So please, എൻ്റെ ഒരു സജഷൻ ആണ്, മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് ടെൽ ദം ടു ഗെറ്റ് പ്രൊഫഷണൽ ഹെൽപ്പ് ഫ്രോം സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, തെറപ്പിസ്റ്റ്. പണ്ടത്തെ കാലത്തെ പോലെ അല്ല. പണ്ടൊക്കെ അവിടെ നിന്ന് പോകുന്നത് അയ്യോ ആ കുട്ടികൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ്. ഇന്ന് എവറിബഡി ഗോസ് ടു എ തെറപ്പിസ്റ്റ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് കൂൾ. ഓക്കെ, സോ മേക്ക് ഷുവർ യു ടെൽ പീപ്പിൾ ടു ഡു ദാറ്റ്. ഇനി എൻ്റെ ലൈഫിൽ എൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്ത ഒരു ഫാക്ടറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ദിസ് ഇസ് ജസ്റ്റ് നോട്ട് ഗോയിങ് ടു ബി കംപ്ലീറ്റ്. ദാറ്റ് ഓഫ് കോഴ്സ് ഈസ് ആയുർവേദ. കേരളത്തിൽ ജനിച്ച് വളരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ഹെൽത്ത് പെർഫെക്റ്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആയുർവേദം മര്യാദയ്ക്ക് അങ്ങ് അരക്കി കലക്കി കുടിച്ചാൽ മതി. അതിൽ എല്ലാം ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് എൻ അമേസിങ് കണ്ടുപിടുത്തം. സത്യം, ഐ സ്വെയർ ബൈ ഇറ്റ്. സോ ആയുർവേദത്തിൽ നമ്മുടെ ഓരോ ബോഡി ടൈപ്പ് അനുസരിച്ച്, അത് വാത, പിത്ത, കഫ അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, നമ്മൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം, എന്തായിരിക്കും നമ്മുടെ ശരീരത്തിന് നല്ലത് എന്നൊക്കെ പറഞ്ഞു തരും. അത് ആയുർവേദത്തിൽ മാത്രമല്ല, അലോപ്പതിയിലും ഇംഗ്ലീഷിലും ഒക്കെ they've got different body types, endomorph, ectomorph, mesomorph അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻസ്. അതിന്റെ ബേസിസിലും യു ക്യാൻ വർക്ക് ഔട്ട്. ബേസിക്കലി ഇതിനെല്ലാം ഫൗണ്ടേഷൻ സെയിം ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ രീതികൾ മാത്രം വേറെയാണ്. നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധിച്ചാണ് ആയുർവേദം സംസാരിക്കുന്നത്. അപ്പം മലയാളികൾക്ക് ആയുർവേദം ഫോളോ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ബിക്കോസ് എല്ലാ കാര്യങ്ങളും നമ്മളുടെ ചുറ്റുപാട് ബേസ് ചെയ്തിട്ടാണ്, നമുക്ക് ഇവിടെ കിട്ടുന്ന കാര്യങ്ങളാണ് അല്ലേ. അതുകൊണ്ട് ഇറ്റ്സ് ഈസിയർ ടു എക്സിക്യൂട്ട്. നൗ ആയുർവേദ ഡെഫിനറ്റ്ലി ഫോർ മീ ഹാസ് ബീൻ സംതിങ് ദാറ്റ് ഹാസ് ചേഞ്ച്ഡ് മൈ ലൈഫ്. അത് ഞാൻ വീണ്ടും എടുത്ത് പറയണം. ഇതിനെക്കുറിച്ച് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ്, എന്തായിരുന്നു പ്രശ്നം, എവിടെയാണ് ട്രീറ്റ്മെന്റ് ചെയ്തത്. ഐ വിൽ ഡെഫിനറ്റ്ലി ഡു എ സെപ്പറേറ്റ് ബ്ലോഗ് അബൌട്ട് ഇറ്റ്. ബിക്കോസ് അതിനാവശ്യമുള്ള ആൾക്കാർ കണ്ടാൽ മാത്രമേ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഗോയിങ് ഓൺ. സോ എന്നെ ആയുർവേദ എങ്ങനെ ഹെൽപ്പ് ചെയ്തതെന്ന് ഓൾറെഡി യു ഗൈസ് നോ. ഐ ഹാവ് എ വെരി ബാഡ് സ്പൈനൽ കോഡ്. ബോൺ സ്ട്രക്ചർ എനിക്ക് വളരെ വീക്കാണ്. അത് കോൺജനിറ്റലി ബൈ ബർത്തും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ വർക്ക് കണ്ടിന്യൂസ് സ്റ്റാൻഡിങ് ആണ് ഫോർ സോ മെനി ഇയേഴ്സ്. അപ്പം അതൊക്കെ നല്ല രീതിയിൽ എനിക്ക് പണി തന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇറ്റ് വുഡ്
have been better, but unfortunately കുറച്ച് ലേറ്റ് ആയി. എൻ്റെ 28-ാം വയസ്സിലാണ് എനിക്ക് ആയുർവേദ എന്ന് പറഞ്ഞ ആ ലോകം തുറന്ന് ഞാൻ കണ്ടത്. ആൻഡ് ഐ എം ഇൻ ലവ് വിത്ത് ഇറ്റ്. ആൻഡ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ലൈഫിൽ ഇറ്റ് വിൽ ഓൾവേസ് ബി എ ബിഗ് പാർട്ട് ഓഫ് ഇറ്റ്. സോ ഐ ഡെഫിനറ്റ്ലി ഫീൽ ഫോർ ഓവറോൾ ഗുഡ് ഹെൽത്ത്. ആയുർവേദ ഇസ് സംതിങ് യു ക്യാൻ ഓൾ ലുക്ക് ഇൻ ടു. നിങ്ങൾ അത് നോട്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ നോട്ടീസ് ചെയ്യൂ. ഇറ്റ്സ് സംതിങ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ഗൈസ് എ ലോട്ട്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വെരി ഓർഗാനിക് ആൻഡ് നാച്ചുറൽ. അപ്പം നമ്മൾ കുറെ കെമിക്കൽസ് ഒക്കെ കഴിച്ച് അത് ഹാംഫുള്ളി അല്ല നമ്മുടെ ഓവറോൾ ഹെൽത്തിന്, വിച്ച് ഇസ് വൈ ഐ തിങ്ക് ആയുർവേദ റോക്സ്. ഓക്കെ, സോ ദാറ്റ്സ് സംതിങ് യു കൻ ഡു. ഇപ്പൊ പറഞ്ഞ ഈ 4 പോയിന്റ്സ് ഉണ്ടല്ലോ, അതിന്റെ കൂടെ സോ മെനി അതർ അഡീഷണൽ തിങ്സ് ഫോർ എ ഗുഡ് ബാലൻസ്ഡ് ഹെൽത്ത്. എല്ലാത്തിനും ദർ ഇസ് എ വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഓക്കെ, പക്ഷേ മൈ ഫൈനൽ പോയിന്റ് ഐ വോണ്ട് ടു ടെൽ യു, ആൻഡ് ദിസ് ഇസ് സംതിങ് ഐ റിയലി 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 ബിലീവ് ഇൻ: ബാലൻസ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് ബാലൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ സക്സസ്ഫുൾ ആവും. അതുകൊണ്ടാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഒരു ബാലൻസ്ഡ് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഐ പേഴ്സണലി ഫീൽ എവറിത്തിങ് വിൽ ഗോ ഹേ വയർ. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ പ്രശ്നം, കുറച്ച് ഭക്ഷണം കഴിച്ചാൽ പ്രശ്നം, കൂടുതൽ എക്സസൈസ് ചെയ്താൽ പ്രശ്നം, ഒട്ടും എക്സസൈസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം. അതുപോലെ തന്നെ ലെറ്റ്സ് ടേക്ക് അബൌട്ട് മെന്റൽ ഹെൽത്ത്, റൈറ്റ്? നമ്മളെ ഇപ്പം കുറച്ച് കാര്യങ്ങൾ എഫക്ട് ചെയ്യുകയാണ്. എന്താണ് നമ്മൾ ആ ലോകത്ത് തന്നെ നിന്ന് ഇത് തന്നെ കണ്ടും കേട്ടും നിൽക്കുകയാണെങ്കിൽ ആ മെന്റൽ ഹെൽത്ത് വിൽ ബിക്കം വേഴ്സ്. അതിന് ഐഡിയൽ എക്സാമ്പിൾ ഇസ് സോഷ്യൽ മീഡിയ, അല്ലേ? സോഷ്യൽ മീഡിയ കാരണം എത്രയോ ആൾക്കാർ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട്. വൈ? ബിക്കോസ് അവർ കാണുന്ന ചുറ്റുവട്ടത്തുള്ള എല്ലാ കാര്യവും പെർഫെക്റ്റ് ആണ്, പിക്ചർ പെർഫെക്റ്റ് ആണ്. അവർക്കറിയില്ല ഇത് ഫോട്ടോ എടുത്ത് ഇടുകയാണ് അല്ലെങ്കിൽ ക്യൂറേറ്റ് ചെയ്ത് ഇട്ട വീഡിയോസ് ആണെന്ന്. ദേ തിങ്ക് ദാറ്റ് ഇസ് റിയൽ ലൈഫ്, ബട്ട് ദാറ്റ് ഇസ് നോട്ട് ട്രൂ. നമ്മൾ എത്ര പേരാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എങ്ങനെയാണോ അത് 100% അങ്ങനെ തന്നെ കാണിക്കുന്നത്, അങ്ങനെ തന്നെ പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരാള് ഇപ്പൊ ആന മരിച്ചപ്പം നാട്ടുകാരൊക്കെ ആനപ്രേമികളായി, എല്ലാവർക്കും അതിന് അഗേൻസ്റ്റ് പറയുന്നു. പക്ഷെ ജീവിതത്തിൽ ശരിക്കും എത്ര പേര് അതിനുവേണ്ടി റിയാക്ട് ചെയ്തിട്ടുണ്ടാവും, ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും? സുശാന്ത് സിംഗ് രാജ്പൂതിന്റെ ഡിപ്രഷൻ, ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. അത് പറഞ്ഞപ്പോൾ ലോകത്തുള്ള എല്ലാവരും ഡിപ്രഷനെ കുറിച്ച് പോസ്റ്റ് ഇടുന്നു, എല്ലാവരും പറയുന്നു ഞാനുണ്ട് നിങ്ങൾക്ക് കൂട്ടായിട്ട്. ഇതുവരെ ഈ ആൾക്കാർ എവിടെയായിരുന്നു? സോ ദാറ്റ് ഇസ് വാട്ട് സോഷ്യൽ മീഡിയ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ആ ഒരു സമയത്തിന് എന്ത് ടോപ്പിക് കിട്ടുന്നോ അത് ചർച്ച ചെയ്യുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അഫ്കോഴ്സ് അത് നല്ലതാണ്, അത് ഉപയോഗിച്ചോളൂ, അത് നല്ല രീതിയിൽ ചെയ്യുന്നവർക്ക് കുഡോസ് ടു യു. പക്ഷെ ഡോണ്ട് ഫോൾ എ വിക്ടിം ടു ഇറ്റ്. അത് തെറ്റായി യൂസ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. എത്രയോ ആൾക്കാർ ഡിപ്രഷനിലേക്കും മെന്റൽ ഇൻസ്റ്റബിലിറ്റിയിലേക്കും പോകുന്നത് സോഷ്യൽ പ്രഷർ കാരണമാണ്. ദർ ആർ പ്രോബ്ലംസ് അല്ലെങ്കിൽ അബ്യൂസ് കാരണമാണ്. സോ ലോട്ട്സ് ഓഫ് ഇഷ്യൂസ് ദാറ്റ് ഹാപ്പൻസ് ദർ. സോ ദാറ്റ് വാസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ ഐ എം ഗിവിംഗ് യു. സോ അതും ഓവറായിട്ട് വേണ്ട, ഒരു ബാലൻസ്ഡ് ആയിട്ട് റിയൽ ലൈഫും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ലൈഫും റിയൽ ലൈഫും നമ്മൾ ബാലൻസ് ചെയ്ത് വെക്കാൻ പറ്റിയാൽ യു വിൽ ബി സക്സസ്. ഫുൾ ടൈം ഫോണിലിരിക്കാതെ അല്ലെങ്കിൽ ഫുൾ ടൈം ലാപ്ടോപ്പിന് മുമ്പിലിരിക്കാതെ അല്ലെങ്കിൽ വീട്ടിലിരിക്കാതെ ഗോ ഔട്ട്ഡോർസ്, ആൾക്കാരെ കാണൂ, കളിക്കൂ, ഹാവ് ഫൺ. ദാറ്റ് ഓൾസോ ഹെൽപ്സ് എ ലോട്ട്. ഈ ഒരു കോവിഡ്-19 ലോക്ക്ഡൌൺ സമയത്ത് ഐ എം ഷുവർ ഡിപ്രഷൻ ഉള്ള അല്ലെങ്കിൽ മെന്റൽ ഇൻസ്റ്റബിലിറ്റി ഫേസ് ചെയ്ത ആൾക്കാർ കൂടുതലായിരിക്കും. ബിക്കോസ് ആ പുറത്തേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി കട്ട് ഓഫ് ആയി, അല്ലേ? വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ യു വിൽ ഫേസ് മോർ ഇഷ്യൂസ്. ബട്ട് വി ഹാവ് ടു ഫൈൻഡ് എ വേ ടു ഫൈൻഡ് ബാലൻസ് in that. ആ ബാലൻസ് കിട്ടാൻ വേണ്ടി maybe you want to start meditating, maybe doing yoga, അല്ലെങ്കിൽ talk to somebody who's close to you. Okay, ഒരു mentor പോലത്തെ ഒരാളുടെ സംസാരിക്കുക, somebody who has perspective. അല്ലെങ്കിൽ it will not help. വെറുതെ ഒന്നും അറിയാത്ത ഒരാളുടെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അവരെ നമ്മളെ മിസ്ഗൈഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. So these are the general things that I think are very, very important to maintain a healthy lifestyle. അതിന്റെ കൂടെ തന്നെ sleeping well is important as well. Having a good social circle is important. ഇപ്പം നല്ലൊരു social circle, അത് ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും നമ്മുടെ വർക്ക് കൊളീഗ്സ് ആയാലും വർക്ക് എൻവയൺമെന്റ് ആയാലും പബ്ലിക് എൻവയൺമെന്റ് ആയാലും ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വന്നാൽ വീണാൽ മാത്രമേ നമ്മൾക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. ആൻഡ് 100% നമ്മൾ ആരും 100% ഹെൽത്തി ആവില്ല എത്ര ശ്രമിച്ചാലും. ജീവിതം എന്ന് പറയുന്നത് കീപ് ട്രൈങ് ടു ഗെറ്റ് ബെറ്റർ ദാൻ വാട്ട് യു ആർ ടുഡേ, അല്ലേ? വെദർ ഇറ്റ്സ് ഹെൽത്ത്, വെൽത്ത് ഓർ എനിത്തിങ് എൽസ്. അപ്പം ടുഡേ ഇഫ് യു ആർ അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ്, അതിനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്റർ ആവാം. നമ്മളുടെ ആഗ്രഹം എന്താ? വി വിൽ ബി പെർഫെക്റ്റ്ലി ഫിറ്റ് എന്നല്ല. ഒരു പെർഫെക്റ്റ് ഫിറ്റ്നസ് അല്ലെങ്കിൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡ്രീമാണ്, ഒരു അൺഅറ്റൈനബിൾ സംഭവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ വി തിങ്ക് തിങ്സ് ആർ പെർഫെക്റ്റ്, ബട്ട് ആ ഫോട്ടോയിലുള്ള ആൾ പ്രോബബ്ലി ഇസ് നോട്ട് ഫീലിംഗ് ഇറ്റ് അറ്റ് ഓൾ. സോ എനിവേ, എല്ലാം ഒരു വലിയൊരു സർക്കിളാണ്. സോ യു വിൽ ഹാവ് ടു ജസ്റ്റ് realize that, just be balanced and concentrate and spend effort and time towards whatever makes you happy. So ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും, അതിപ്പം കുറേ ഭക്ഷണം കഴിക്കാനും അത് നിങ്ങൾക്ക് സന്തോഷം തരാണെങ്കിൽ go for it.
കുറച്ച് നാൾ കഴിയുമ്പോൾ അത് സങ്കടമായി തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് വർഡ് ആവുന്നതും അത് ബെറ്റർ ആക്കാൻ നോക്കാൻ ശ്രമിക്കുന്നതും അല്ലേ. സോ എനിവേ ദാറ്റ്സ് ഓൾ ഐ ഹാവ് ഗോട്ട് ടു ടെൽ യു ടുഡേ ഇൻ ദിസ് വൈഡ് അംബ്രല്ല ഓഫ് ദി ടിപ്സ് ഫോർ ഹെൽത്ത്. സോ യാ ഐ ഹോപ്പ് യു ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് ഇനി വരാൻ പോകുന്ന വ്ളോഗ്സിൽ ഇതിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ എന്താണ് ചെയ്യുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. ആൻഡ് ഇഫ് യു ഹാവൻറ്റ് അണ്ടർസ്റ്റുഡ് എനിത്തിങ് മേക്ക് ഷുവർ യു ആസ്ക് മീ ഇൻ ദ കോമെന്റ് സെക്ഷൻ ബിലോ. ദിസ് ഇസ് ജനറലി സ്റ്റഫ് ദാറ്റ് ഐ ഹാവ് ട്രൈ ടു ഇൻകോപ്പറേറ്റ് ഇൻ മൈ ലൈഫ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ ജീവിതത്തിൽ ദീസ് ആർ തിങ്സ് ഐ ഡു. ചില സമയത്ത് ഞാൻ ഓവറാവും, I'll forget to, not forget, ഞാൻ ചിലപ്പോൾ എക്സസൈസ് ഒക്കെ 2-3 മാസം ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെതായ ഭവിഷ്യത്ത് ഞാൻ അനുഭവിക്കാറുമുണ്ട്. എനിക്ക് എണീക്കാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും ചില സമയത്ത്. സോ അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. പക്ഷേ ഇപ്പം ഐ ഹവ് കം ടു എ ഗുഡ് ട്രാക്ക്. Now I work out 3 days a week, I meditate once in a while, I party once in a while, എല്ലാം ചെയ്യും. പക്ഷേ I believe that എൻ്റെ ലൈഫിൽ I have been able to maintain a very, very, very good balance for the last many, many years, and I'm thankful for that, and I'm very, very happy about it. As long as you are happy, then definitely നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. Your life is okay. പക്ഷേ if you think you are not happy, then maybe you need to start working on it. Of course, എൻ്റെ ചില കാര്യങ്ങൾ I am not happy, okay? Like 5 kilo കൂടി ഞാൻ പറഞ്ഞില്ലേ, അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വ്ളോഗിൽ പറയാം. ഞാൻ വർക്കൗട്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. I have a target and all, and I want you guys to join me, but more about that next time. Okay, lots of love. Got to go. എൻ്റെ അമ്മ എന്നെ കാത്തിരിക്കുക. Ta-ta! Don't forget to like, share and subscribe to my channel, okay? Of course, നിങ്ങളുടെ suggestions and feedback ഒക്കെ ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. I'm trying to do my level best, and hopefully it will just get better with time. Lots of love. Mwah. Come on, buddy. Come on. Bye, ta-ta. Ta-ta.